എന്തിൻ്റെ വിശേഷം? സുഖം തന്നെ എല്ലാവർക്കും. ഒരു ദിവസത്തെ ഓട്ടപ്പാച്ചിലാണ് കേട്ടോ ഇത്. കാലത്ത് തന്നെ പിള്ളേർ സ്കൂളിൽ കൊണ്ടാക്കാൻ നിൽക്കണേക്കാട്ട് മുന്നുള്ള അംഗക്കുറിപ്പാണ് ഇത്. നമ്മുടെ കിച്ചൺ വീഡിയോസൊക്കെ കുറച്ച് സ്റ്റൈലിൽ വന്നിട്ട് എന്തായാലും നമുക്ക് ഇടാം കേട്ടോ. അപ്പം അമ്മൂട്ടി കാലത്ത് തന്നെ നമ്മുടെ മാവുമ്പലത്തെ മാങ്ങ പൊട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇവരെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് നേരെ ഞാൻ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അമ്മ പുളി നന്നാക്കണ ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ അമ്മയുടെ എൻ്റർടൈൻമെൻറ്റ് ഇതാണ്. പക്ഷെ ഞാൻ വന്നത് ഇതിനൊന്നല്ല, ഇതായിരുന്നു ഞാൻ വരാനുള്ള കാരണം. ഒരു പാമ്പ് വന്നതാണ് കേട്ടോ വീട്ടിൽ. അതിനെ ഉറുമ്പൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിനെന്തോ കടിയൊക്കെ കിട്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അതിനെ എനങ്ങാൻ അങ്ങനെ വല്ലാണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിനെ ഇങ്ങനെ ഒരു വീഡിയോ ആക്കിയിട്ട് എടുത്തതാണ്. ഇതിൽ കാണുമ്പോൾ ഇത്തിരി വലിയതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ആൾ അത്ര വലിയ വലിപ്പമില്ല. എന്നാലും നമ്മുടെ ഒരു കൈയിൻ്റെ അത്രയ്ക്കുള്ളതുണ്ട് കേട്ടോ. ലീലേച്ചി വിളിച്ച കാര്യം പറഞ്ഞപ്പോൾ ഞാൻ തക്കുടിനെ വിളിച്ച് പറഞ്ഞു. തക്കുട് അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് ആളെ ഇങ്ങോട്ട് വിട്ടിട്ടാണ് ഇതിനെ നമ്മളൊന്ന് പറഞ്ഞയച്ചത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തൃശ്ശൂർക്ക് പോവാണ്. എന്താ പറയുക, ഞാനും വർഷേച്ചിയും ജിൻസി മേമിയും സിന്ധു മേമിയും കൂടിയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഫ്രണ്ട് സീറ്റിൽ ജിൻസി മേമിയും വർഷേച്ചിട്ട് നല്ല കത്തി അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ കണ്ട പള്ളി നമ്മുടെ കണ്ടശങ്കടവ് പള്ളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ അവിടെ പോയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ആൾ ഓക്കെ ആണെന്ന് അറിഞ്ഞപ്പോൾ ഇവനെ തിരിച്ച് വരുന്ന വഴിക്ക് എന്തായാലും നമ്മൾ ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത്. ഇങ്ങനെ ഒരു പോക്ക് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ നാലാളും കൂടെ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വരുന്ന വഴിക്ക് ഞാനിങ്ങനെ ഓട്ടോറിക്ഷയിലിരുന്ന് ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ടോ. നമ്മൾ ഇതിനിടയ്ക്ക് ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. വർഷേച്ചിയും മാമിയും കൂടിയിട്ട്, ജിൻസി മമ്മി അല്ല സിന്ധു മമ്മിയും കൂടിയിട്ട് 2 ചായയും പിന്നെ വടയും ഇട്ടാണ് കഴിച്ചത്. ഞാനും ജിൻസി മമ്മിയും പൊറോട്ട കഴിച്ചു. ഞാൻ ബീഫും കഴിച്ചു, ജിൻസി മമ്മ വെജിറ്റബിൾ കറിയാണ് കഴിച്ചത്. കാരണം വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും മാമ നോൺ കഴിക്കില്ല. ഇത് കണ്ടോ നിങ്ങൾ, പ്രൈവറ്റ് ബസ്സിൽ ഇങ്ങനെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ കാണിച്ചതാണ് കേട്ടോ. നേരെ ഞാൻ സ്കൂളിലേക്കാണ് എത്തിയത്. ഇത് നമ്മുടെ സ്മിത ചേച്ചിയാണ്, സോനു ചേച്ചിയാണ്. സോനു ചേച്ചിയുടെ മോളാണ് കേട്ടോ അപ്പുറത്തിരിക്കുന്നത്. ഇത് ഐശ്വര്യ, രഞ്ജിനി, പിന്നെ നമ്മുടെ ബായുമ്പ. പിള്ളേർ ഇങ്ങനെ ജ്യൂസും അല്ലെങ്കിൽ ജ്യൂസല്ല നാരങ്ങ വെള്ളവും ചായയൊക്കെ കുടിക്കാൻ വേണ്ടി വന്നിരിക്കും. ശരണ്യയുടെ മോനാണിത്. ഇത് ദിവ്യ. പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കുന്നതാണ് വിനീതയുടെ എല്ലാവരും മക്കളോട് തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. കാരണം നമ്മൾ പോകുമ്പോഴാണ് പിന്നെ അവരെ കൊണ്ടുപോകുള്ളൂ. വിനീതയും ലീനയും പിന്നെ നമ്മുടെ മമത ഓടിക്കളിക്കണം കേട്ടോ. ഞാൻ ക്യാമറയും കൊണ്ട് വരുന്നുണ്ടപ്പോൾ. ഇത് നമ്മുടെ ഗായികയായ ജയചേച്ചി നന്നായിട്ട് പാട്ട് പാടിയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ കുറേ പാട്ടുകളൊക്കെ ഇങ്ങനെ അയച്ചു തരും കേട്ടോ. ഇത് ബിൻഷാനെയൊക്കെ നമ്മൾ ഇക്കൊല്ലം പരിചയപ്പെട്ടിട്ടുള്ളതാണ്. മമതേനും അത് ഇക്കൊല്ലം പരിചയപ്പെട്ടിട്ടുള്ളതാണ്. കുറേ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് സിന്ധു ചേച്ചി. ദിൽഷയുടെ ഇരട്ട കുട്ടികളാണ് കേട്ടോ. അതിലൊരാളാണ് കണ്ടത്. ഇതിന് പിന്നെ ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആൾ പ്ലേ ചിരിയിലാണ് കേട്ടോ. എന്നാലും ഞാൻ ഒന്നുകൂടെ പരിചയപ്പെടുത്തി തരാം. ഈ ചിരിക്കുടിക്കുകയാണ് നമ്മുടെ ലിവ്യ. അത് കഴിഞ്ഞിട്ട് ലയന, അശ്വതി പിന്നെ ശ്രീമോളുടെയും കൂടെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ശ്രീമോളുടെ വ്ളോഗിലും വരണം, എൻ്റെ വ്ളോഗിലും വരണം. ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചു കൊടുക്കുന്നവരാണ് കേട്ടോ. ഇത് സുരഭിയുടെ ചേച്ചിയാണ് കേട്ടോ. ഇത് ശ്രുതി. തൊട്ടപ്പുറത്തിരിക്കുന്നതാണ് നമ്മുടെ ശബനേനെയൊക്കെ നമ്മൾ ശബനേനെ കഴിഞ്ഞ കൊല്ലം തൊട്ടിട്ട് ഇക്കൊല്ലം തന്നെ പരിചയപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. കണ്ട ഇതിന് പിന്നെ അങ്ങനെ നടമാനൊന്നുമില്ല. പിന്നെ സുരഭിയുടെ ഭർത്താവ് ഇന്ന് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്വീറ്റ്സും കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുക ഇത്രയും കുറച്ച് മിഠായി കൊണ്ടുവന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ റാഞ്ചി എടുത്തത് കൊണ്ടാണ് അത് അത്രയായത്. അപ്പോൾ പിള്ളേർക്ക് ഞാൻ പറഞ്ഞില്ലേ, പിള്ളേർക്ക് ഭയങ്കര കുശാലാണ് കേട്ടോ. ഇന്ന് നമുക്ക് സ്കൂളിലെ ഡാൻസ് ടീച്ചേഴ്സ്മാർക്ക് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അത് കാരണം 20 പേരും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പ്രത്യേകം വ്ളോഗ് എടുത്തത്. സാധാരണ എല്ലാവരും എല്ലാ ദിവസവും വരില്ല, പകുതി പേരും മുടങ്ങും. എന്തായാലും ഒരു ദിവസത്തിൽ 2-3 പേര് മുടങ്ങും കേട്ടോ. അപ്പോൾ ഇന്ന് പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടി എടുത്തതാണിത്. പക്ഷേ ഇതുവരെ സ്കൂളിൽ നമ്മൾ കളിപ്പിച്ചിട്ടില്ല കേട്ടോ. അതെന്താണെന്ന് എനിക്ക് അറിയില്ല. ഇന്ന് കളിപ്പിക്കുന്ന നാളെ കളിപ്പിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അത് കാരണം അങ്ങനെ പറയണോണ്ടാന്ന് തോന്നുന്നു. എല്ലാവരും ഇപ്പോൾ മുടങ്ങാണ്ട് വരാറുണ്ട്. അത്രയും അർജൻറ്റുള്ള ആൾക്കാർ മാത്രമേ ഇപ്പോൾ ലീവ് എടുക്കാറുള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു 5:30 വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും അമ്മൂട്ടിക്ക് കരാട്ട ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ വർഷേച്ചി അമ്മൂട്ടീനെ കൊണ്ടുപോകാൻ കേട്ടോ. ചേച്ചീന് കരാട്ടയ്ക്ക് കൂടുതലും കൊണ്ടുപോകാം. ഞാൻ വല്ല ആണ്ടിലും ചങ്ങനാട്ടേക്ക് മാത്രമേ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ എനിക്കതൊരു സമാധാനമാണ് കേട്ടോ ശരിക്കും. പക്ഷേ ഞാൻ വീട്ടിലേക്ക് പോകാൻ നിൽക്കായിരുന്നു. അമ്മൂട്ടീനെ പറഞ്ഞു വിട്ടിട്ട് വേണം എനിക്ക് വീട്ടിലേക്ക് പോകാൻ. അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനും പായമ്പയും കൂടിയിട്ട് പോവാണ്. നമ്മുടെ കാറ് വരെ വന്നിട്ടില്ല കേട്ടോ. കാറ് വരണേനെക്കാട്ടും മുന്നുള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ നിൽക്കുന്ന സമയത്താണ് അമ്മ വിളിച്ചിട്ട് പറഞ്ഞത് അമ്മയ്ക്ക് ബെഡ്ഷീറ്റ് വേണം, ഇന്ത്യയിൽ വല്ല പഴയതുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ വിളിച്ചത്. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പഴയതൊന്നുമില്ല, കാരണം അവിടെ സിംഗിളാണ് വേണ്ടത്, നമുക്ക് സിംഗിൾ ഇവിടെ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വേറെ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ആൾ കുറേ സമ്മതിച്ചില്ല കേട്ടോ. വേണ്ട എനിക്ക് പഴയത് മതി എന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കുക, ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഞാനും പായമ്പയും കൂടിയിട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ ചന്തപ്പടിയിലുള്ള ജനതയിലേക്കാണ് കേട്ടോ പോയത് നേരെ.
അമ്മയ്ക്ക് അപ്പോൾ കഴിക്കാനും എന്തെങ്കിലും വാങ്ങിക്കാൻ മട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പൊറോട്ടയും ബീഫും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ ആദ്യം മേത്തായിലുള്ള ഈ ചായപ്പൊടിയിൽ പോയിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ സാധാരണ എന്താ പറയുക ചായക്കടിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളത്. കാരണം ഇപ്പം നമുക്ക് റോഡ് വരുന്നതുകൊണ്ടേ കുറേ കടകളൊക്കെ എടുത്ത് പോയതുകൊണ്ട് ഇത് ഇത്തിരി ഉള്ളിലേക്കായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറേ ചുറ്റി വളഞ്ഞ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോയി വാങ്ങിക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. ഈ കട പിന്നെ കുറേ ഇതും റോഡ് സൈഡിലുണ്ടായിരുന്ന കട തന്നെയാണ്. ഇപ്പോൾ ഈ റോഡ് വരുന്ന കാരണം ഇത് ഇത്തിരി ഉള്ളിലേക്കാക്കി അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പായു അതിനിടയ്ക്ക് ഒരു മിഠായിയൊക്കെ എടുത്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിഠായി അല്ല എൻ്റെ ഫെരാരി അടിച്ചു കൊണ്ടിട്ട് അവിടെ നിന്ന് ഇരുന്ന് കഴിക്കുന്നതായിട്ടേ കാണുന്നത്. അപ്പോൾ അമ്മയ്ക്ക് പൊറോട്ടയും ബീഫും വാങ്ങിയിട്ടുണ്ട്. അമ്മയ്ക്ക് വാങ്ങിക്കണുണ്ട്. പിന്നെ നമുക്ക് വാങ്ങിക്കാണ്ടിരിക്കുന്നത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് പായുമ്പോൾ വെള്ളം ഇറക്കി നിൽക്കണത് കണ്ടുകൊണ്ടിരിക്കും പാവം കൂടെ തോന്നിയിട്ട് ഞാൻ പായുമ്പയ്ക്ക് മുട്ടിയും കൂടിയിട്ട് പൊറോട്ടയും ബീഫും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചന്തപ്പടിയിലുള്ള ജനത എന്ന് പറയുന്നത്. കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു കടയാണ് കേട്ടോ. അച്ഛനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ല അച്ഛൻ തുന്നക്കാരനായിരുന്നു. അപ്പോൾ അച്ഛൻ കംപ്ലീറ്റ് തുന്നാനുള്ള സാധനങ്ങളൊക്കെ ഈ കടയിൽ നിന്നിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നത്. പണ്ട് ഇതുപോലെയല്ലായിരുന്നു. ഇപ്പോൾ റോഡ് വന്ന കാരണം കട പൊളിച്ചിട്ട് പുതിയതായിട്ട് അവർ പണിതതാണ് ഈ കാണുന്നത്. ഇപ്പോഴും ഇതിൻ്റെ തൊട്ട് മുന്നിൽ കൂടിയാണ് കേട്ടോ നമ്മുടെ ഹൈവേ വരുന്നത്. അപ്പോൾ ഞാൻ വന്നിട്ട് ബെഡ്ഷീറ്റ് വാങ്ങണേ അമ്മയ്ക്ക് ഡബിൾ കോട്ട് വേണ്ട കേട്ടോ, സിംഗിൾ കോട്ട് മതി അമ്മയ്ക്ക്. അപ്പോൾ അതൊരു 2-3 വാങ്ങിയിട്ടുണ്ട്, 3 വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആദ്യം എടുത്തത് ഇവർ ഈ പോളിസ്റ്ററിൻ്റെ തുണിയായിരുന്നു. അത് ചൂടെടുക്കണ കാരണം ഞാനത് വേണ്ട നമുക്ക് കോട്ടൻ്റെ മതി എന്ന് പറഞ്ഞിട്ട് ഈ 3 കോട്ടൻ്റെയാണ് കേട്ടോ നമ്മളെടുത്തത്. ഇവിടെ അങ്ങനെ അതിന് മാത്രം കളക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഞാൻ ലൈറ്റ് കളേഴ്സ് നോക്കിയിട്ട് ഒരു 3 സെലക്ട് ചെയ്തു കേട്ടോ. അപ്പോൾ വന്നപ്പോൾ തന്നെ അമ്മാമ്മ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഇവിടേക്ക് വരണം, പൂരാകുമ്പോഴേക്കും വന്ന് ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം, ശ്രീമോളെയും കൂടെ വിളിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. അത്യാവശ്യത്തിന് അടുക്കായിട്ടുണ്ട് വീടൊക്കെ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് അവൾക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, ഉണ്ണിയോളൊക്കെ ഉള്ളതല്ല. എന്നാലും വിളിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എന്തായാലും സമയമാവട്ടെ. അപ്പോൾ അമ്മ ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ ഇപ്പോഴത്തെ ഹോബി എന്ന് പറയുന്നത് ഈ പുളികുത്തലാണ്. നമ്മുടെ കിഴക്കേപ്പുറത്ത് വലിയൊരു പുളി എൻ്റെ അച്ഛൻ വെച്ച് പിടിപ്പിച്ചത്. അത് നിറയെ പുളികളാണ് കേട്ടോ. അപ്പം അമ്മ അതേ പായിന് പുളി നാമ്പ് വെച്ചെടുക്കണം. നല്ല പുളിയാണ് കേട്ടോ, അസല് പുളി അത്. അപ്പോൾ പായ് നല്ല പുളിയുണ്ട് കേട്ടോ, പായിന് നല്ല പുളിയുണ്ട്. അപ്പോൾ അമ്മമ്മയ്ക്ക് നമ്മൾ കവറൊക്കെ കൊടുത്ത് അമ്മമ്മയ്ക്ക് അതിൻ്റെ സന്തോഷം ഉണ്ട് കേട്ടോ. അമ്മയുടെ മുഖത്ത് തന്നെ ചിരി ആ കവർ കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിലുള്ളതാണ്. അമ്മയ്ക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും അമ്മ വിളിച്ച് പറയൂ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെ കൊണ്ട് സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ആൾക്ക്. പക്ഷേ ചില കാര്യങ്ങളിൽ എനിക്ക് ദേഷ്യം വരും. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറയും, നിങ്ങളെനിക്ക് അമ്മായിമ്മ പോലും ഇല്ലാത്തതിൻ്റെ പകരമായിട്ട് എന്താ പറയുക അമ്മായിമ്മയായിട്ട് നിൽക്കാമെന്ന് പറയും. ഞങ്ങൾ തമ്മിൽ തീരെ ചേരില്ല എന്ന് പറഞ്ഞാൽ തീരെ ചേരില്ല. എപ്പോഴും തല്ലൂട്ടാണ് കേട്ടോ, കൂടുതലും ഞങ്ങൾ തല്ലൂടും. പക്ഷേ ഇഷ്ടമാണ് കേട്ടോ, തല്ലൂടിയാലും എന്തോ ചിലർ തമ്മിൽ അങ്ങനെയല്ലേ, ഇഷ്ടം കാണിക്കുക ചിലപ്പോൾ തല്ലൂടിയിട്ടായിരിക്കും. എനിക്ക് ഈ ചൊറിയുന്ന സ്വഭാവത്തിൽ കൂടുതൽ. അത് പിള്ളേരുടെ അടുത്താണെങ്കിലും ഞാനിങ്ങനെ ചൊറിഞ്ഞിരിക്കുന്ന സ്വഭാവമാട്ടാ. അതേപോലെ തന്നെയാണ് ഞാൻ അമ്മയുടെ അടുത്ത് ഞാനിങ്ങനെ ചൊറിയും, അമ്മ എന്നെയും തിരിച്ച് ചൊറിയും. അപ്പോൾ തല്ലൂട്ടം സ്വാഭാവികമാണ്. അപ്പോൾ എന്തിനാ 3 എന്നൊക്കെ ചോദിച്ച് തലയിൽ വെക്കുന്നതാണ് ഈ കാണുന്നത്. ഞാൻ ഒരെണ്ണം വാങ്ങിക്കാനല്ലേ പറഞ്ഞത്, എന്തിനാ 3 വാങ്ങിച്ചതെന്ന് ചോദിച്ചിട്ട് മൂപ്പരാൾ തലയിൽ വയ്ക്കുക. അപ്പോൾ ലീലേച്ചി പറയുക എന്തിനും 3 വാങ്ങിച്ച എന്താ കുഴപ്പം, എനിക്ക് ഉപയോഗിച്ചൂടെ. ആളപ്പോൾ തന്നെ ഒരു എന്താ പറയുക കൗണ്ടർ അടിച്ചിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക്. അപ്പോൾ ശരിയാണ്, ലീലേച്ചിക്കാണെങ്കിലും ഉപയോഗിക്കാമല്ലോ, അത് അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ അമ്മയ്ക്ക് ഈ 3 ബെഡ്ഷീറ്റ് കൊടുത്തതിന് പകരമായിട്ട് അമ്മ എനിക്കൊരു ബെഡ്ഷീറ്റ് എടുത്തു തന്നിട്ടുണ്ട് കേട്ടോ. ഇത് എവിടുന്ന ലീലേച്ച് വാങ്ങിച്ചതാന്ന് തോന്നുന്നു. അതപ്പോൾ നീട്ടം കൂടിയിട്ടുണ്ടായിരുന്നു മൂപ്പൾക്ക്. ഇത് ഡബിൾ കോട്ടോ ക്യൂൻ കോട്ടോ അങ്ങനെ എന്തോ സംഭവമാണ്. അപ്പോൾ അത് അമ്മയ്ക്ക് അമ്മയുടെ കട്ടിൽമ പറ്റില്ലല്ലോ. അപ്പോൾ ആളെനിക്കത് തന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ അതിനെ കളർ കാണാൻ, നല്ല കളർ കോമ്പിനേഷൻ റെഡും യെല്ലോ ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാനത് ഉപയോഗിച്ചിട്ടൊന്നുമില്ല, ഉപയോഗിക്കണം. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഇപ്പം കിടക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ് കേട്ടോ. പക്ഷേ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അവിടെ ഫുള്ള് ഈ മണ്ണൊക്കെ മാന്തി ഒരു കുഴി പോലെയാണ്. നമുക്ക് വീട്ടിലേക്ക് വണ്ടി കൊണ്ടുവരാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് കേട്ടോ ഇപ്പോൾ. പക്ഷേ എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ പറയും, അമ്മ അവിടെ ഫ്രണ്ടിൽ കുഴിയാണ്, വണ്ടി കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അമ്മ പറയും ഇവിടെ കൂടെ ജീപ്പ് പോകുന്നുണ്ട്, ഓട്ടോറിക്ഷ പോകുന്നുണ്ട്. പക്ഷെ പോണത് അപ്പുറത്തെ റോട്ടിൽ കൂടിയാണ്. അത് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലായി. അമ്മയ്ക്ക് അമ്മ അകത്തിരുന്നിട്ട് നോക്കുമ്പോൾ അത് തൊട്ട് മുന്നിൽ കൂടിയുള്ള വഴി കൂടിയാണെന്നാണ് അമ്മയുടെ വിചാരം. പക്ഷേ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വഴി കൂടിയാണെന്ന് അമ്മയ്ക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റോഡുണ്ടല്ലോ, ഇതാണ് നമ്മുടെ പണ്ടത്തെ റോഡ് എന്ന് പറയുന്നത്. ആ റോഡ് ഇപ്പോൾ ഫുള്ള് പൊളിച്ചു പോയി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പായിനെയും കൊണ്ട് പെട്രോൾ പമ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പായി ഇതെന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പിന്നെ അതും കഴിഞ്ഞിട്ട് നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച്, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ വീഡിയോ ഞാൻ മിനി വ്ളോഗായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ സൂപ്പർ മാർക്കറ്റാണ് ഇത്. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച്, ഇത് നമ്മുടെ പീക്കുവിനുള്ള സംഭവമാണ് കേട്ടോ, കുക്കുമ്പർ വാങ്ങിക്കണത്. അല്ലാണ്ട് എനിക്കൊന്നല്ല, ഒറ്റങ്ങൾ കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഒറ്റങ്ങൾക്ക് വാങ്ങിക്കുന്നതാണ്. ഒരു 3-4 ചെറുനാരങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. ചെറുനാരങ്ങയുടെ ആൾ നമ്മുടെ പായുമ്പീണ് കേട്ടോ. നേരം വെള്ളം കളിക്കലും കുടിക്കലൊക്കെ ആയിട്ട് ഇതിൻ്റെ മെയിൻ ആൾ പായുമ്പിയാണ്.
നമ്മൾ ഒരു സാധനം എടുക്കണം വിചാരിച്ചിട്ട് വന്നതാണ് ഇങ്ങോട്ട്. പക്ഷേ ഇത്രയും സാധനങ്ങളെടുത്ത് എങ്ങനെ പോയാലും ഒരു 800-1000 രൂപ ഞാൻ കൊടുക്കാണ്ട് ഇങ്ങോട്ട് വരില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് ഫുള്ള് നനയ്ക്കലും കരലും. ഞാൻ 2 ദിവസം കൂടുമ്പോൾ, 2 ദിവസമല്ല ഓരോ ദിവസം ഇടവിട്ടിട്ട് നനയ്ക്കും കേട്ടോ. കാരണം അമ്മാതിരി വെയിലായതുകൊണ്ട് എൻ്റെ ചെടികളൊക്കെ വാടും. പക്ഷേ ഞാൻ നനയ്ക്കണതിൻ്റെ ഉപകാരം എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് വളവും കാര്യങ്ങളും ഒന്നും ഇട്ട് കൊടുക്കണില്ല. പക്ഷേ ഇവർ വലുതാവുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. ഇനി ഞാൻ ഏട്ടൻ്റെ പൂമ്പൂറ്റുകളൊക്കെ കരിഞ്ഞു പോകുന്നുള്ള പേടിയാണ് എനിക്ക്. കാരണം നല്ല അസൽ ചൂടല്ലേ. അപ്പോഴേക്ക് ഉണ്ടായാൽ മതിയായിരുന്നു എൻ്റെ കുട്ടികൾ. ദൈവത്തിന് അറിയാം എന്താണ്. നമ്മളെന്തായാലും ഇവിടെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടാണ് പോവുക. പിന്നൊക്കെ അവരുടെ കയ്യിലാണ് നനയ്ക്കണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പം നമ്മുടെ അരളിപ്പൂവ്, അരളി തന്നെയല്ലേ അതിൻ്റെ പേര്, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. അത് നന്നായി പൂവിട്ടിട്ടുണ്ടായിരുന്നു. ഈ പൂവ് പിറ്റേ ദിവസം നമ്മുടെ ഇവിടെ എന്താ പറയുക ഗണപതി ഹോമം ഉണ്ട് കേട്ടോ. പിറ്റേ ദിവസമല്ല, പിറ്റേ ദിവസം. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പൊട്ടിച്ച് ദേവിയുടെ മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പായും അപ്പളേക്കും വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. പായുമ്പയുടെ ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുവന്ന് കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ ഈ കാണുന്നത്. 2 ഒരു ക്ലിപ്പുകൾ. പായിന് ഭയങ്കര ഇഷ്ടമായിട്ട്. പായ് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ പായനോട് പറഞ്ഞു പായ് പോയിട്ട് വരുമ്പോഴും ഇതേപോലെ കൊണ്ടുപോയി കൊടുക്കണം ഫ്രണ്ട്സിന് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ പറയുന്നുണ്ട് ആൾ. അപ്പോൾ എക്സാം നടക്കുന്നുണ്ട് കേട്ടോ, പീരിയോഡിക് ടെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മലയാളമായിരുന്നു ഇന്ന്. മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് കാണുന്നത്. 10 മാർക്കിൻ്റെ പേപ്പറാണ്, പക്ഷേ ഇത്രയധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പഠിക്കാൻ പറഞ്ഞിട്ട് പിറ്റേ ദിവസം എക്സാം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനുവേണ്ടി പഠിക്കുകയെന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ വേണ്ടി പുസ്തകം എടുക്കുന്നതാണ് ഈ കാണുന്നത്. അമ്മൂട്ടി കരാട്ടയ്ക്ക് പോയിട്ട് വരുന്ന കോലാണ് കേട്ടോ അത്. അമ്മൂട്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മളെല്ലാ പരിപാടിയിലും കഴിഞ്ഞ ഒരു 7:30 7:45 നേരത്താണെന്ന് തോന്നുന്നുണ്ട് ഇവർ വരുന്ന സമയം. എനിക്ക് കറക്റ്റ് അറിയില്ല. ചേച്ചി തന്നെയാണ് പോയി കൊണ്ടുവരാം. ചില ദിവസം ഇതിനും വൈകും, ചില ദിവസം ഇതിനും നേരത്തോടെ ആയിരിക്കും കേട്ടോ. 7 മണി 7:45 ആവില്ല, സോറി ഞാൻ തെറ്റിപ്പറഞ്ഞാ കേട്ടോ, 7 മണി. അപ്പോൾ അമ്മൂട്ടി വന്ന് ചൂടെടുക്കണു വിശക്കണു എന്ന് പറഞ്ഞിട്ട് വന്ന് നേരെ മൂപ്പരാളുടെ ഡ്രസ്സൊക്കെ ഊരിയിട്ടിട്ട് ഞാൻ പറഞ്ഞു പോയി കുളിക്കുക. ഇവൾക്ക് കരാട്ടയ്ക്ക് പോയി കഴിഞ്ഞ് വന്നിട്ട് കുളിക്കാൻ പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. കാരണം നല്ല ക്ഷീണം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ പക്ഷെ അത് കുളിച്ചില്ലെങ്കിൽ ആകെ വേർത്തിട്ടേ വരാം. അമ്മ അതിൽ വേർത്ത് കുളിച്ചിട്ടാണ് കേട്ടോ വരാം. എന്നാലും കുളിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര മടിയാണ്. മൂപ്പരാളെ മേത്ത് ഈ ചുണങ്ങ് വരും കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും ഞാൻ പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മണപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. അതാണ് കേട്ടോ ആ ഓടുന്നത്. അപ്പോൾ വന്ന് കുളിക്കുന്നതിനെക്കാട്ടും മുന്നേ വന്നിട്ട് എന്താ പൊറോട്ട വെച്ചടിച്ച് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ തന്നെ എനിക്ക് മണടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന് ഡയലോഗ് അടിക്കണം. സത്യം പറഞ്ഞാൽ മണമൊന്നും അടിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആവേശിപ്പിൻ്റെ വിളി കൊണ്ടായിരിക്കും ചിലപ്പോൾ കുട്ടിക്ക് ഒരു ഉൾവിളി ഉണ്ടായിട്ടുണ്ടാവും. ഇവിടെ പൊറോട്ടയും ബീഫും വാങ്ങിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കണം ചിലപ്പോൾ. അപ്പോൾ ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ പിന്നെ കുളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ താപ്പ് മുതലാക്കിയിട്ട് ആൾ പഠിക്കാനിരുന്നിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം എടുക്കുന്ന നേരത്താനായിട്ട് ആൾ പോയി കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അമ്മൂട്ടിക്കും എക്സാം ഉണ്ട്. ഏതാ എക്സാം എന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പായിന് നാളെ സംസ്കൃതമാണ് പരീക്ഷ. അപ്പോൾ പായ് സംസ്കൃതമല്ല ഹിന്ദിയാണ് കേട്ടോ. എന്നിട്ട് എന്നോട് സംസ്കൃതമാണെന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്നിട്ട് നമ്മൾ വീണ്ടും ടൈം ടേബിൾ എടുത്ത് നോക്കിയപ്പോഴുണ്ടാ ഹിന്ദി. അപ്പോൾ അതിരുന്ന് പഠിച്ച് സെറ്റാക്കി പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് തലേദിവസം ഇരുന്ന് പഠിച്ച് സെറ്റാക്കിയിട്ടാണ് പിന്നെ പോണത്. അപ്പോൾ അമ്മൂട്ടി പ്രഭി കൊണ്ടുവന്ന മാല കാണിക്കാൻ കേട്ടോ. അവൾ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആൻറ്റിക്ക് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതാണ് ഈ കാണുന്നത്. പ്രഭിക്ക് ഇത് കണ്ടപ്പോൾ സന്തോഷമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മുടെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞു പിള്ളേരുടെ അടുത്തേ ഇവിടെ നിൽക്കണേ പുല്ലൊക്കെ ഒന്ന് പറിച്ച് കളയുന്ന വെച്ചാൽ ദാദാ ഐസ്ക്രീം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ചേട്ടനും അനിയത്തിയും കൂടിയിട്ട് ഇന്ന് കംപ്ലീറ്റ് പുല്ല് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ നമുക്ക് കിളയ്ക്കാൻ പറ്റില്ല ഇനി. കാരണം അടിയിൽ മണ്ണ് കിടക്കുന്നത് സാധാരണ മണ്ണ്, മുകളിലാണ് നമ്മൾ ചരമണ്ണ് ഇട്ടിട്ടുള്ളൂ. അപ്പം നമുക്കിത് കുത്തി കളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ വീണ്ടും കറുത്ത മണ്ണ് കയറി വരും. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇനി ഈ ഭാഗം നമുക്ക് കംപ്ലീറ്റ് പറിക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പിള്ളേരുടെ അടുത്തത് പറഞ്ഞപ്പോൾ അവർ 2 പേരും കൂടി നിന്നിട്ട് പറിച്ചു. അപ്പോൾ ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അമ്മൂട്ടിയും കൂടെ വന്ന് സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരെ പറക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ നേരെ അഞ്ചങ്ങളിലെ ബേക്കറിയിൽ പോയിട്ട് 2 പേർക്കും ഐസ്ക്രീം വാങ്ങിച്ചു. 2 പേർക്കും അല്ല, ഞങ്ങൾ എല്ലാവർക്കും കൂടെ ഐസ്ക്രീം വാങ്ങിച്ചു കേട്ടോ. ഇവിടെ ഏട്ടനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് തെങ്ങേറ്റൊക്കെ ഉണ്ടാവുമ്പോൾ ഇവിടുത്തെ അച്ഛൻ ഇതുപോലെ ഓഫർ വയ്ക്കും. ഓഫർ വെച്ചിട്ടാണ് ഇവർ നാളികേരൊക്കെ പറക്കി കൂട്ടാന്ന്. ഏട്ടൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ കാര്യം പറയാം കേട്ടോ. ചെറുപ്പത്തിൽ നമുക്കും ഇതുപോലെ അച്ചാച്ചൻ നാളികേരം പറക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു തരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരീക്ഷണം ഞാൻ നടത്തിയതാണ്. അതിൻ്റെത് അന്ന് തന്നെ നമ്മുടെ വീടിൻ്റെ ഈ പൈപ്പുണ്ടല്ലോ, ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ പൈപ്പുണ്ടല്ലോ, അതിൻ്റെ അടിഭാഗം ദ്രവിച്ചിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പ്രജീനെ വിളിച്ചിട്ട് പ്രജിയോട് അത് നന്നാക്കി തരാൻ പറഞ്ഞിട്ട് അവൻ വന്നിട്ട് അവിടെ എന്താ പറയുക പൊളിച്ചപ്പോൾ പക്ഷേ ആഴത്തിലേക്ക് നന്നായിട്ട് പൈപ്പ് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടേ അവനത് ശരിയാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതായത് അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഫുള്ള് കംപ്ലീറ്റ് ഇളക്കി എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ടെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ പുറത്തേക്ക് ആക്കിയിട്ട് വെക്കട്ടെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഇന്നിട്ട് പിന്നെ ആക്കിയിട്ട് വെച്ചത് പൈപ്പ്.
അപ്പോൾ എൻ്റെ അടുത്ത് പറയായിരുന്നേ അമ്മ വ്ളോഗ് കാണാറുണ്ട് എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. നമ്മൾ ചെറുപ്പം തൊട്ട് പിന്നെ കാണുന്നതാട്ടോ. നമ്മുടെ വീടിൻ്റെ പണിക്കൊക്കെ മുപ്പരാളുണ്ടായിരുന്നു, ചെറുപ്പം തൊട്ടേ ഉണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അറിയാം എങ്ങനെയൊക്കെയാണ് ഈ പൈപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടില്ലെന്നൊക്കെ അറിയാം. ആൾ വയറിങ്ങും ചെയ്യും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഈ വണ്ടി ഓടിക്കുന്നുണ്ട്. അച്ഛൻ്റെ വണ്ടിയാണ്. ഇപ്പോൾ അച്ഛന് വയ്യാണ്ട് എന്താണെന്നൊക്കെ അറിയില്ല. അപ്പോൾ അവനാണ് ഇപ്പോൾ വണ്ടിയൊക്കെ ഓടിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.